തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി പിതാവ് മധുസൂദനൻ. മലപ്പുറം സ്വദേശി IB ഉദ്യോഗസ്ഥനെതിരെയാണ് പിതാവിന്റെ ആരോപണം. മേഘയുടെ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചുവെന്നും അച്ഛൻ ആരോപിച്ചു. മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിലൂടെയാണ് സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് കുടുംബം എത്തിയത്. മേഘയുടെ സുഹൃത്തും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായ IB ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ചൂഷണം നടത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഫെബ്രുവരി മാസത്തിലെ ശമ്പളമടക്കം മുഴുവൻ പണവും മേഘയുടെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും മരിക്കുന്ന ദിവസം 80 രൂപ മാത്രമായിരുന്നു മേഘയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നതെന്നും അച്ഛൻ പറഞ്ഞു. ശേഷം മുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് തിരിച്ചും കിട്ടുന്നുണ്ട്. ഏകദേശം 10ാം മാസം വരെ അങ്ങനെ ചെറിയ എമൗണ്ടും 10ന് ശേഷം ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. അത് സാധാരണ പോലെ തന്നെ അവരുടെ വീട്ടുകാർ ഇവിടെ വന്നിട്ട് നമ്മളൊരു പെണ്ണ് ചോദിക്കുക, അതാണല്ലോ നാട്ടുകടപ്പ്. അപ്പോൾ അങ്ങനെ വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരാൻ പറ്റില്ലെന്നാണ് മോള് പറയുന്നത്. എന്നിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോവുക ചെയ്തത്. സാമ്പത്തിക ചൂഷണത്തിനപ്പുറം പെൺകുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്തെന്ന് സംശയിക്കുന്നതായും കുടുംബം ആരോപിച്ചു. തിരുവനന്തപുരം എറണാകുളം ഒരാഴ്ച തന്നെ 3 ദിവസം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഈ പൈസ കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അതിന് കറക്റ്റായിട്ട് ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ളത് അന്വേഷണ പരിധി കൊണ്ടുവരണം. ഇവർ പോയിട്ടുള്ള യാത്രകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കണം എങ്കിൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം സ്വദേശിയുമായി മേഘ പരിചയത്തിലാകുന്നത്. തുടർന്ന് ഇരുവരും പ്രണയത്തിലായെന്നും കുടുംബം പറയുന്നു. മാർച്ച് 14-നാണ് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പത്തനംതിട്ട അതിരുങ്കൽ സ്വദേശിനിയായ മേഘയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള വിവരങ്ങൾ കുടുംബം പേട്ട പോലീസിന് കൈമാറി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.